ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഓണം സെലിബ്രേഷൻ ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്നത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ തലേദിവസം ഞങ്ങൾ കറികളൊക്കെ വയ്ക്കാനായിട്ട് കറിക്കൊക്കെ അരിഞ്ഞ് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് വൈകിട്ടാണ് ഞങ്ങൾ പൂ മേടിക്കാനായിട്ട് പോയത്. പൂവിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. ഞങ്ങൾ 1/4 കിലോ വീതമാണ് എല്ലാം കൂടെ മേടിച്ചത്. അപ്പോൾ എല്ലാം കൂടെ മേടിച്ചതിന് 300 രൂപയായി. അപ്പം ഞങ്ങൾ പൂവൊക്കെ മേടിച്ചതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് ഞാനും അമ്മയും ചേച്ചിയും കൂടി ഇരുന്ന് പൂവൊക്കെ അരിഞ്ഞ് നാളെ കളയിടാനുള്ള പരിപാടിയിലേക്ക് തുടങ്ങുകയാണ്. അപ്പോൾ ചേട്ടായാണ് വീഡിയോ ഒക്കെ എടുത്തു തന്നത്. പൂവൊക്കെ അരിഞ്ഞിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കളം തികയാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പൂക്കളൊക്കെ അരിഞ്ഞ് പെറുക്കി. അപ്പോൾ ചേട്ടായി വന്ന് ഞങ്ങൾക്ക് കളം ഇടാനായിട്ട് കളമൊക്കെ വരച്ച് തന്നു കേട്ടോ. ചേട്ടായി നല്ലതായിട്ട് പൂക്കളൊക്കെ ഇടുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ വരച്ച് തന്നു. അപ്പം കളം മുഴുവനും ഇട്ടത് ചേച്ചിയും ചേട്ടായും കൂടിയാണ്. ഞാൻ ആ വഴിക്ക് അധികം അങ്ങനെ പോയില്ല. അപ്പം നല്ല അടിപൊളി ഒരു പൂക്കളമാണ് ചേട്ടാ ഇട്ട് തന്നത്. ഞാനൊട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഇത്രയും നല്ലതായിരിക്കുമെന്ന്. എന്തായാലും സൂപ്പറായിട്ട് അവർ രണ്ടുപേരും കൂടെ അത് ചെയ്ത് എനിക്കിഷ്ടപ്പെട്ടു. ഇതാണ് പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഒരുപാട് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ വീട്ടിലുള്ളവർക്കും ഇവിടെയുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാൾ അടിപൊളിയായിട്ട് ചേട്ടായിട്ടിട്ടുണ്ട്. അപ്പോൾ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് എടുത്ത് ഞാൻ വീഡിയോ ആണ് ഇതൊക്കെ. അപ്പം അതിന് ശേഷം ഞങ്ങൾ പോയി കുറച്ച് റീലൊക്കെ ചെയ്തതിന് ശേഷമാണ് വന്നത്. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഒരു ഉച്ചയായപ്പോഴത്തേക്കിന് ഉണ്ണാനായിട്ടിരുന്നു. അപ്പോൾ ഇലയിൽ ആദ്യമൊക്കെ കറിയൊക്കെ വിളമ്പി. അപ്പം ഞങ്ങൾ തറയിലിരുന്നല്ല കഴിച്ചത്, കാരണം എല്ലാവർക്കും തറയിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ ടേബിളിൽ ഇരുന്നാണ് കഴിച്ചത്. അപ്പം ഒരുപാട് കറികളൊന്നും വെച്ചില്ല. എന്നാൽ ഉള്ള കറികളൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് വെച്ചു. ഞങ്ങൾ പാലട പായസമാണ് വെച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉച്ചയായപ്പോൾ എൻ്റെയും അമ്മയുടെ നാടായ കോട്ടയത്തേക്ക് തിരിക്കുകയാണ്. അപ്പം കോട്ടയം വരെ പോയി എല്ലാവരെയൊക്കെ കണ്ടിട്ട് വരാൻ വേണ്ടി പോവാണ്, ഓണമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.